യുവാഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ ബാർ അസോസിയേഷനിൽ ഭിന്നത. ബെയിലിൻ ദാസിനെ പിന്തുണച്ച ഒരു വിഭാഗം അഭിഭാഷകർ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിലും വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇരയ്ക്ക് എതിരായി നടത്തുന്ന അപവാദ പ്രചാരണങ്ങളിലുമാണ് ഒരു വിഭാഗത്തിന് എതിർപ്പ്. പ്രതിക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയത് ബാർ അസോസിയേഷൻ സെക്രട്ടറിയാണെന്ന പരാതിക്കാരിയുടെ പരാമർശവും ഒരു വിഭാഗത്തിന്റെ എതിർപ്പിന് കാരണമായി എന്നാണ് ആക്ഷേപം. ശാലിനി ചേരുന്നു. ശാലിനി, തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരു വിഭാഗം അമിതമായി അതിനെ രാഷ്ട്രീയ പ്രേരിതമാക്കാൻ ശ്രമിക്കുന്നതും ഇരയ്ക്കൊപ്പം നിൽക്കുന്നതിന് പകരം വേട്ടക്കാരനൊപ്പം നിൽക്കുകയും ഇരയ്ക്കെതിരെ അപവാദ പ്രചാരണം നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് തുടർ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഉടലെടുത്തിരിക്കുന്നത്? രോഹിണി, കഴിഞ്ഞ ദിവസമാണ് ബെയിലിൻ ദാസിന് കോടതിയിലടക്കം കൊണ്ടുവരുന്നത്, ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിലടക്കം കൊണ്ടുവരുന്നത്. ഇതിനു മുൻപ് തന്നെയാണ് ബാർ അസോസിയേഷൻ ഗ്രൂപ്പുകളിൽ ഒരു ഭിന്നത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്നത്. വേട്ടക്കാരനൊപ്പം നിൽക്കുക, ഇരയെ അപമാനിക്കുക എന്നൊരു രീതിയാണ് ഈ ഗ്രൂപ്പിലുള്ളവർ, വാട്സപ്പ് ഗ്രൂപ്പിൽ അടക്കമുള്ളവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പെൺകുട്ടി തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇര കൂടിയായിട്ടുള്ള അഭിഭാഷക രംഗത്തെത്തുകയും ബാർ അസോസിയേഷനിലെ ഒരു വിഭാഗം ആളുകൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തന്നെ അപമാനിക്കുക, ഒപ്പം തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക, കൂടാതെ തന്നെ ബെയിലിനെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുക എന്നൊരു കാര്യമാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് ബെയിലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ആ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപും ഒപ്പം തന്നെ അറസ്റ്റ് ചെയ്തതിന് ശേഷവും എല്ലാ രീതിയിലുമുള്ള പിന്തുണ ബാർ അസോസിയേഷനിൽ ഒരു വിഭാഗം ബെയിലിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ബെയിലിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴും വാഹനത്തിൽ കയറ്റുമ്പോഴടക്കം ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകൾ അടക്കമുള്ള ബാർ അസോസിയേഷന്റെ ഒരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് ഇടത് അനുകൂല സംഘടന, ഇടത് അനുകൂലമായിട്ടുള്ള വ്യക്തികൾ അവിടെ എത്തുകയും അഭിഭാഷകർ കെട്ടിപ്പിടിച്ച് അവരുടെ ചില രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെയാണ് കണ്ണീര് തുടയ്ക്കുക, ഒപ്പം തന്നെ അത്തരത്തിൽ വൈകാരികമായ പ്രകടനങ്ങൾ അവിടെ ഈ ഒരു വിഭാഗം അഭിഭാഷകർ നടത്തുകയും ചെയ്യുന്നു. തൊട്ടു പിന്നാലെയാണ് 300-ലധികം പേരുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ, ബാർ അസോസിയേഷനിലെ എല്ലാ വിഭാഗം ആളുകളുമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പെൺകുട്ടിയെ പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കുക. ആ അപവാദത്തിനെതിരെ പിന്നീട് ഇര തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം എന്തായാലും അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് തിങ്കളാഴ്ചയോടുകൂടി ജാമ്യ ഹർജിയിൽ കൃത്യമായ നടപടി കോടതി സ്വീകരിക്കാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. വീണ്ടും ആ ജാമ്യാപേക്ഷ പരിഗണിച്ചതിൽ വിധി പറയാൻ പോവുകയാണ്. എന്തായാലും ആ സാഹചര്യത്തിൽ എന്ത് നിലപാടായിരിക്കും ഇനിയും ആ ബാർ അസോസിയേഷനിലെ മറ്റംഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ചേരിതിരിഞ്ഞ് രണ്ട് വിഭാഗമായി തിരിഞ്ഞുകൊണ്ട് ഇരയെയും വേട്ടക്കാരനെയും രണ്ട് രീതിയിൽ കണ്ടുകൊണ്ട് ഇരയ്ക്കൊപ്പം പൂർണ്ണമായും നിൽക്കാതെ വേട്ടക്കാരനെ സംരക്ഷിക്കുന്ന നിലപാടും നടപടികളുമാണ് ബാർ അസോസിയേഷനിലെ ഒരു വിഭാഗം ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇര രംഗത്തെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ബാർ അസോസിയേഷന്റെ നേതൃത്വം അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ ഈ ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് ബാർ അസോസിയേഷന്റെ സെക്രട്ടറി അടക്കമുള്ളവർ ഈ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ഒപ്പം തന്നെ ഈ സംഭവം നടന്നതിന് ശേഷം മഞ്ചൂർ പോലീസ് അവിടെ എത്തുന്ന സാഹചര്യത്തിലും ഒപ്പം തന്നെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമ്പോഴും ബെയിലിന് പൂർണ്ണമായിട്ടുമുള്ള സ്വാതന്ത്ര്യവും ഒപ്പം തന്നെ ബെയിലിന് സംരക്ഷണവും ഒരുക്കിയത് ഈ ബാർ അസോസിയേഷനിലെ ഒരു വിഭാഗം ആളുകളാണ്. ആ സംരക്ഷണ കവചം ഇപ്പോഴും ബെയിലിനുണ്ട്. ഒപ്പം തന്നെ ഒരു വിഭാഗം ആളുകൾ ഇരയ്ക്കൊപ്പവും നിൽക്കുകയാണ്. രോഹിണി. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.